santuarium novi ഈശ്വര സ്നേഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? സിസ്റ്റർ ഇവിടെ പറയാൻ പോണത് ഈശോയുടെ തിരുഹൃദയത്തെ കുറിച്ചാണ്. ആദ്യം തന്നെ സിസ്റ്റർ ചോദ്യം ചോദിക്കും, എത്ര പേർക്ക് അതിന് ആൻസർ അറിയാമെന്ന് നോക്കട്ടെ. അതായത് എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹം കണ്ടാലും എൻ്റെ ഈ സ്നേഹം നീ എല്ലായിടത്തും പ്രചരിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുഹൃദയ ഈശോ പ്രത്യക്ഷപ്പെട്ട ഒരു വിശുദ്ധയുണ്ട്. ആ വിശുദ്ധിയുടെ പേര് ആർക്കെങ്കിലും അറിയോ? ഒരു സിസ്റ്ററാണ്, വിസിറ്റേഷൻ സന്യാസി സഭാംഗമായ സിസ്റ്ററിന്റെ പേര് ആർക്കും അറിയില്ല? ഒന്ന് പറഞ്ഞേ. സിസ്റ്റർ മാർഗരറ്റ് മേരി അലക്കോക്ക്, അതാണ് ആ വിശുദ്ധയുടെ പേര്. അതായത് 1673 മുതൽ 1675 വരെ നീണ്ട 2 വർഷക്കാലം ഈ തിരുഹൃദയ ഈശോ വിശുദ്ധിക്ക് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഇതാ മനുഷ്യ മക്കളോടുള്ള സ്നേഹത്താൽ തുടിക്കുന്ന എൻ്റെ ഹൃദയം കണ്ടാലും എന്ന് പറഞ്ഞിട്ട് ഈശോ തൻ്റെ ഹൃദയം ഈ വിശുദ്ധിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്നേഹം എല്ലാ മക്കളെയും ഈ ലോകം മുഴുവനെയും അറിയിക്കണം എന്ന വലിയ ഒരു ദൗത്യമാണ് ഈ വിശുദ്ധിക്ക് ഈശോ വരമേൽപ്പിക്കുന്നത്. നമ്മളെല്ലാവരും ബൈപ്പാസ് സർജറിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതായത് ഹൃദയത്തിന് എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഹൃദയത്തിന്റെ പ്രവർത്തനമൊക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയുള്ള സർജറിയാണിത്. അതായത് ഹൃദയം നിലച്ച എന്ത് പറ്റും? നമ്മളെല്ലാവരും മരിച്ചു പോകും അല്ലേ? പക്ഷേ ഈശോയുടെ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആ ഹൃദയം ഒരിക്കലും മരിക്കില്ല. മനുഷ്യരുള്ളിടത്തോളം കാലം ആ മനുഷ്യമക്കളോടുള്ള അനന്തമായ സ്നേഹത്തെ പ്രതി ഈ ഹൃദയം എന്നും ജീവിക്കും. ഈ വിശുദ്ധിക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈശോ കാണിച്ചു കൊടുത്ത തിരുഹൃദയത്തിന്റെ പ്രത്യേകതകൾ എങ്ങനെയൊക്കെയാണ്? അതായത് രക്തം രൂപമായ ഒരു ഹൃദയമാണ് ഈശോയുടെ. ആ ഹൃദയത്തിന് ഞെട്ടില്, അതായത് മുകളിലെ തട്ടില് ഒരു ചെറിയ കുരിശുണ്ടായിരുന്നു. ഈ ഹൃദയത്തിൽ നിന്നും അഗ്നിജ്വാലകൾ ഉയർന്നു പൊങ്ങിയിരുന്നു. ആ തീജ്വാലകൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത്രയേറെ അഗാധമാണ് മനുഷ്യമക്കളോടുള്ള എൻ്റെ സ്നേഹമെന്നാണ്. ഈശോ ഈ വിശുദ്ധിക്ക് 12 വാഗ്ദാനങ്ങൾ കൂടി കൊടുക്കുന്നുണ്ട്. അതായത് ഓരോ വാഗ്ദാനവും അത്രയധികം പ്രധാനപ്പെട്ടതാണ്. പക്ഷെ എനിക്ക് 3 സിസ്റ്റർ പ്രത്യേകം എടുത്തു പറയാം. അതായത് സിസ്റ്റർ ചോദ്യം ചോദിക്കട്ടെ, എത്ര പേരുടെ വീട്ടിൽ തിരുഹൃദയ ഈശോയുടെ രൂപമുണ്ട് അല്ലെങ്കിൽ പടമുണ്ടോ എന്ന് കൈമുക്കി? എത്ര പേരുടെ വീട്ടിലുണ്ട്? ഓൾമോസ്റ്റ് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകും അല്ലേ? ആ ഈശോയോട് എല്ലാവരും പ്രാർത്ഥിക്കാറുണ്ടോ? എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഈശോ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദാനം എന്ന് പറയുന്നത്, എൻ്റെ തിരുഹൃദയത്തിന്റെ രൂപം സ്ഥാപിച്ച് എന്നെ വണങ്ങുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ ആശീർവദിക്കുമെന്നതാണ്. അതായത് അവരുടെ പരീക്ഷണങ്ങളിൽ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരിക്കും, അവരുടെ എല്ലാ പ്രയത്നങ്ങളെയും ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ ഒരിക്കലും തിരുഹൃദയ ഈശോയോട് പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങൾ മറക്കില്ലല്ലോ? അപ്പോൾ ഓക്കെ, ഇനി സിസ്റ്റർ ഒരു സുഹൃത ജപം ചൊല്ലി തരാം. എല്ലാവരും ഉറക്കനെ, കൊച്ചുകുട്ടികൾ എല്ലാവരും ഉറക്കം ചൊല്ലൂല്ലേ തിരിച്ച്? ഈശോയുടെ എത്രയും പരിശുദ്ധ തിരുഹൃദയമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.